പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇതുപോലുള്ള ഡബിൾ ലെയർ സ്ക്രഞ്ചീസ് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ്. ഇതിനു മുന്നേ ഞാൻ നോർമൽ സ്ക്രഞ്ചീസ് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇവിടെ രണ്ട് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഒന്ന് സാറ്റിന്റെ ഫാബ്രിക്കും പിന്നെ വന്നിട്ട് നെറ്റിന്റെ ഫാബ്രിക്കാണ്. നെറ്റിന്റെ ഫാബ്രിക് എടുക്കുമ്പോൾ കുറച്ചും കൂടി പ്രിന്റ് ഉള്ളതാണെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. സാറ്റിന്റെ ഫാബ്രിക്കിന്റെ വീതി വന്നിട്ട് 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത് വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 25 ഇഞ്ചാണ്. നമ്മളെ ഇതിനനുസരിച്ച് നമുക്ക് മാറ്റാം കേട്ടോ. ഇതിൽ സെയിം തന്നെ ലെങ്ത് ആണ് ഞാൻ നെറ്റിന്റെയും 25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ സാറ്റിൽ നിന്നും 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നെറ്റിന്റെ ഫാബ്രിക് എടുത്തിട്ടുള്ളത്. ലെയർ കൊടുക്കാനല്ലേ, അപ്പൊ 5 ഇഞ്ചാണ് ഞാൻ നെറ്റിന്റെ വീതി എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 4 ഇഞ്ച് വീതി വരുന്ന ഇങ്ങനത്തെ ഇലാസ്റ്റിക് ഇല്ലേ, അതും കൂടിയാട്ടോ വേണ്ടത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഈ സാറ്റിന്റെ തുണിയില്ലേ, ആ സാറ്റിന്റെ തുണീനെ ഇതുപോലെ വെക്കുക. ഇതിന്റെ നല്ല വശമാണ് കേട്ടോ ഈ വരുന്നത്, ഇത് ചീത്ത വശമാണ്. അപ്പൊ നല്ല വശം ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം ഈ രണ്ട് ഭാഗമില്ലേ, ഈ അറ്റങ്ങൾ രണ്ടും കൂടി കൂട്ടി വെക്കുക. അതായത് ഉള്ളിലേക്ക് നല്ല വശം വരണം. എന്നിട്ട് ഒരു ഇതിൽ കൂടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിന്റെ ഈ ഉൾഭാഗത്തില്ലേ, ഈ രണ്ട് ഭാഗമില്ലേ, അത് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തതിന് ശേഷം നഖം വെച്ച് ഒന്നിങ്ങനെ കറക്റ്റ് രണ്ട് ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രഞ്ചീസിന്റെ ഉള്ളിൽ ഒരു കട്ടി ഫീൽ ചെയ്യും. അതുകൊണ്ട് അതൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതല്ലെങ്കിൽ നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നെറ്റിന്റെ ഫാബ്രിക്കും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ നെറ്റിന്റെ നല്ല വശം വരുന്ന രീതിയൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി വെച്ചിട്ട് നോക്കണം. പ്രിന്റ് ഉള്ളതാണെങ്കിൽ നല്ല വശം വരുന്ന ഭാഗം നോക്കണം കേട്ടോ. ഇത് പ്രിന്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നല്ല വശം ഇപ്പം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ കണ്ടുപിടിക്കാനും കഴിയില്ലല്ലോ നെറ്റിന്റെ. പ്രിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം കണ്ടുപിടിക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിനെ മറിച്ചിടുക. അതായത് സ്റ്റിച്ച് ചെയ്ത ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. രണ്ട് തുണിനെയും നല്ല വശങ്ങൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക. എന്നിട്ട് നെറ്റിന്റെ ഫാബ്രിക്കിന്റെ ഉള്ളിലേക്ക് ഈ ഒരു തുണിനെ, സാറ്റിന്റെ തുണിനെ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അയൺ ചെയ്തില്ലേ, ആ രണ്ട് ഭാഗങ്ങളും ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. സാറ്റിന്റെ തുണിനെ നെറ്റിന്റെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ടും ആക്കി കൊടുക്കാന്ന് കേട്ടോ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തില്ല, അറ്റാച്ച് ചെയ്തില്ല, ഈ ഒരു ഭാഗം മുതൽ നമുക്ക്, അതായത് സാറ്റിന്റെ തുണിയും നെറ്റിന്റെ തുണിയും ഒരുമിച്ച് കറക്റ്റ് ഒരേപോലെ വെക്കുക. നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ടല്ലോ, അതൊന്നും പുറത്തേക്ക് വെക്കാത്ത രീതിയിൽ, അടിക്കുന്ന ഭാഗങ്ങൾ പുറത്തേക്ക് വെക്കാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ആ റൗണ്ട് മുഴുവനും സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ ഈ റൗണ്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് സാറ്റിന്റെ തുണിയും നെറ്റിന്റെ തുണിയും തന്നെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഭാഗത്തും സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെറ്റിന്റെ തുണി നമ്മൾ അധികം എടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിന്റെ ഉള്ളിലേക്ക് ഈ കാണുന്ന പോലെ തന്നെ വെക്കണം. എന്നിട്ട് സാറ്റിന്റെ തുണിന്റെ ഒപ്പം തന്നെ വെച്ചു കൊടുക്കുക നെറ്റിന്റെ തുണി. അതായത് നമ്മൾ 1 ഇഞ്ച് കൂട്ടിയെടുത്തത് പുറത്തേക്ക് വെക്കണ്ട, ഉള്ളിലേക്ക് വരേണ്ട രീതിയിൽ ഇതുപോലെ കറക്റ്റ് ആക്കി വെച്ചു കൊടുത്തിട്ട് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. സാറ്റിന്റെ തുണിയും നെറ്റിന്റെ തുണിയും ഒരുപോലെ വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ളിലേക്ക് നെറ്റിന്റെ തുണി പൊന്തി കിടക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറച്ചിടാം. അതായത് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തില്ല, ഈ ഒരു ഭാഗമില്ല, ഈ ഒരു ഭാഗത്തു നിന്നും കറക്റ്റ് ഇതുപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് നേരെ വെച്ചതിന് ശേഷം ഈ ഉള്ളിലെ ഈ ഒരു പാർട്ടില്ലേ, അത് ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് ഒന്നും കൂടി മടക്കുക. ഒന്നും കൂടി മടക്കിയതിന് ശേഷം 1 ഇഞ്ച് നെറ്റ് വരുന്നില്ലേ, അതും കൂടി ഇങ്ങനെ ഒന്ന് പിടിക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ പുറത്തേക്ക് നമ്മൾ വെച്ചില്ല, ഈ ഒരു തുണിയില്ലേ, ഈ തുണിന്റെ അതുപോലെ പതുക്കെ എടുത്തിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. സ്റ്റിച്ച് ചെയ്യുമ്പം ഉള്ളിലെ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള തുണിയും അതുപോലെ തന്നെ നെറ്റിന്റെ ഫാബ്രിക്കും ഒരുപോലെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ അത് പെടാത്ത രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അതായത് കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പണി ഇട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, അയച്ചെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഉള്ളിൽ നിന്ന് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഒന്ന് കൈയിട്ടിട്ട് വലിച്ചു കൊടുക്കുക. അപ്പൊ മുകളിലൊന്ന് പൊന്തിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരും. കറക്റ്റ് വരുമ്പോൾ തന്നെ ഉള്ളിലേക്ക് മടക്കി മടക്കി വെച്ചു കൊടുത്തിട്ട് ഈ ഒരു 2 ഭാഗം മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പുറത്തേക്ക് ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ.
അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗമില്ലേ, ആ ഭാഗം നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പുറത്തേക്ക് വരും. ഇതാ കണ്ടില്ലേ, ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഭാഗം. ആ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തിന്റെ അവിടെ ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഇപ്പോഴത്തെ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിന്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് ഈ ഒരു തുണി വലിച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ടൊന്ന് കെട്ടിട്ട് ഉറപ്പിക്കുക. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ ഉള്ളിലേക്ക് മടക്കി വെച്ച തുണിയില്ലേ, അത് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുക കേട്ടോ. പതുക്കെ എടുക്കണം, സ്റ്റിച്ച് പൊട്ടാത്ത രീതിയിൽ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ കൈയിൻ്റെ ഈ ഒരു അളവിലാട്ടോ എടുക്കുന്നത്. ആ അളവിൽ നിന്ന് കറക്റ്റ് 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നുണ്ട്. അത് കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അലാസ്റ്റിക് ഒന്ന് കണക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കുറച്ചധികം അലാസ്റ്റിക് വേണം. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള സേഫ്റ്റി പിന്നില്ലേ, അത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പാന്റിന്റെ വള്ളിയും പാവടന്റെ ഒക്കെ വള്ളി ഇടൂലേ, അതുപോലെ തന്നെ കേട്ടോ. എന്നിട്ട് ഈ ഹോളിൽ കൂടെ ഈ പിന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഒരറ്റം നമ്മളെ കയ്യിൽ പിടിക്കണം കേട്ടോ ഇലാസ്റ്റിക്കിന്റെ. രണ്ടും അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരറ്റം പിടിച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഹോളിന്റെ അവിടെ തന്നെ പിന്നെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് പിന്നെ റിമൂവ് ചെയ്യുക. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സ്റ്റിച്ച് ചെയ്യുക, അല്ലെ കൈത്തുന്നലായിട്ട് തുന്നി അറ്റാച്ച് ചെയ്യാം, 2 അലാസ്റ്റിക്കും കൂടി. അതല്ല എങ്കിൽ ഇതിനൊന്ന് മുറുക്കെ പിടിച്ചിട്ട് കെട്ടിട്ട് കൊടുത്താലും മതി കേട്ടോ. കെട്ടാകുമ്പോൾ ഒന്നും കൂടി സേഫ്റ്റി ആയിരിക്കും. അല്ലെങ്കിൽ സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും ഒരു 3-4 സ്റ്റിച്ച് ഒരുമിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അത് അവിടെ സേഫ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് കെട്ടിട്ട് കൊടുത്താൽ കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ കെട്ടിന് ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമ്മൾ ആ സ്ക്രഞ്ചീസിനെ ഒന്ന് വലിച്ച് അതിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് ആക്കി കൊടുക്കുക. കാരണം നമ്മൾ ചുരുട്ടി എലാസ്റ്റിക് ഇട്ടല്ലേ, അതുപോലെ ഒന്ന് കറക്റ്റ് ഷേപ്പിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഹോൾ ഇട്ട ഈ ഒരു ഭാഗമില്ലേ, അത് കറക്റ്റ്, അതായത് ആ സെയിം കളർ നൂല് ഉപയോഗിച്ചിട്ട് നമുക്ക് തുന്നിയെടുക്കാം. അതായത് പുറത്തേക്ക് നൂല് കാണാത്ത രീതിയിൽ തുന്നാം. അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് നൂലാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് നമ്മളെ സ്ക്രഞ്ചീസിന്റെ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഒന്ന് ഞാനൊരു വൈറ്റിൽ റെഡ് പുള്ളി വരുന്നതും പിന്നെ ഒരു ലാവൻഡർ കളറുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.